ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആഡ്സ് മാനേജറിൽ തന്നെ പലപ്പോഴായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ആദ്യമായിട്ട് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ മാനുവൽ ക്യാമ്പയിനും ഒപ്പം അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അതിൽ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ബേസിക്കലി AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റും. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇതിൽ കുറേ നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് പലപ്പോഴും കേരളത്തിൻ്റെ കേസിൽ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന സമയത്ത് ഒരു 90% ഓഫ് ദ ടൈം വരുന്ന ലീഡ്സ് അല്ലെങ്കിൽ വരുന്ന കോൾസ് എന്ന് പറയുന്നത് അത് ഈ ബംഗാളികളോ അല്ലെങ്കിൽ തീരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് ആയിരിക്കും. പക്ഷേ ഈ മെറ്റ നമ്മളെ ഇത് പുഷ് ചെയ്യുന്നത് നമ്മളോട് നിങ്ങൾ അഡ്വാൻറ്റേജ് പ്ലസ് നിങ്ങൾക്ക് CPC റേറ്റ് ഭയങ്കര ലോ ആയിട്ടാണ് എന്നാണ് പറയുക. ബേസിക്കലി അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറഞ്ഞൊരു ബ്രോഡ് ടാർഗറ്റ് ആയിരിക്കും. നമ്മൾ എന്തൊക്കെ വെച്ചാലും, അതായത് നമ്മുടെ ലൊക്കേഷൻ വെച്ചാലും, നമ്മൾ ഇൻട്രസ്റ്റ് വെച്ചാലും, നമ്മൾ അതിനകത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ലൊക്കേഷനും അല്ലെങ്കിൽ എല്ലാം വെച്ചാലും എന്ത് വെച്ചാലും അവസാനം അതെല്ലാം അവരൊരു ഗൈഡ് ലൈൻ പോലെ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്കും ആഡ്സ് കാണിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടി ബ്രോഡർ ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്യും. ബേസിക്കലി ഇതാണ് അഡ്വാൻറ്റേജ് പ്ലസ്. പക്ഷേ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട്, ആ ഒരു ആഡ് അക്കൗണ്ട് വളരെ ആക്റ്റീവ്ലി ഈ ഒരൊറ്റ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്, നിങ്ങൾ ഒരുപാട് ഒരു 10-20 വർഷമായിട്ട് ഏകദേശം ഒരു 1,00,000 മേലേക്ക് ആഡ്സ് റൺ ചെയ്യുന്ന ഒരു ആക്റ്റീവ് ആഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ അഡ്വാൻറ്റേജ് പ്ലസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ചിലപ്പോൾ കിട്ടും. കാരണം ഒന്നാമത്തെ ബ്രോഡ് ടാർഗറ്റ് ആണ്, രണ്ടാമത്തത് ഓൾറെഡി ആ ഉള്ള ഡാറ്റയും കൂടി യൂസ് ചെയ്തിട്ടാണ് അഡ്വാൻറ്റേജ് പ്ലസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജ് പ്ലസ്. നിങ്ങൾ വീഡിയോയിൽ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കാണും അഡ്വാൻറ്റേജ് പ്ലസ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം എല്ലാ വീഡിയോസും കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഞങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ പറ്റിയാലൊന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു ഫുൾ കോഴ്സ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലൈക്ക് മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചെയ്യാൻ എന്തായാലും മറക്കില്ല എന്ന് വിചാരിക്കും. ആദ്യം തന്നെ നമുക്കൊരു ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കാം. ആൻഡ് ഞാനൊരു കാര്യം പറയാം, ഈ അവയർനെസ്സിലും അല്ലെങ്കിൽ ട്രാഫിക്കിലും ഒക്കെ അല്ലെങ്കിൽ തന്നെ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് ഇഷ്യൂ ആവില്ല. നമ്മൾ എൻഗേജ്മെന്റിലേക്ക് വരാം. എൻഗേജ്മെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ 2 ഓപ്ഷൻ ആയിട്ട് ഇവിടെ കാണിക്കും. ഒന്ന് റെക്കമെൻഡഡ് സെറ്റിംഗ്സ്, 2 മാനുവൽ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. ഈ റെക്കമെൻഡഡ് സെറ്റിംഗ്സിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ യൂസ് പ്രീസെറ്റ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻസ് ടു ഹെൽപ്പ് ടു മീറ്റ് യുവർ ഗോൾസ്. പ്രീസെറ്റ് സെറ്റിംഗ്സ് ഇൻക്ലൂഡ് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ്, അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റ്സ് ആൻഡ് മോർ. അപ്പം ഇതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ്, അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റ്? അതായത് നമ്മൾ മെറ്റ എപ്പോഴും നമ്മൾ എന്ത് ആഡ് ക്യാമ്പയിൻസ് റൺ ചെയ്യുമ്പോഴും ഭയങ്കരമായി പുഷ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറയുന്നത്. അതായത് അവർ AI ടെക്നോളജീസ് യൂസ് ചെയ്ത് നമ്മൾ ഇതുവരെ റൺ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് യൂസ് ചെയ്ത് അവർ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഗോൾ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആഡ്സ് നമുക്കൊരു 10 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 lakh അല്ലെങ്കിൽ 50,000 അടുക്ക പിടിച്ച് നമ്മൾ ആഡ്സ് റൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ അഡ്വാൻറ്റേജ് പ്ലസിൻ്റെ ഒരു യൂസ് കേസ് വരിക. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെക്കമെൻഡഡ് സെറ്റിംഗ്സ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ്സിലേക്കാണ് നമ്മൾ പോവുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ ഇനി ഫോംസ് ഓഫ് ഡിക്ലറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ്, അതവിടെ കിടന്നോട്ടെ, നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് പറയപ്പെടുന്നത് ഒരു 4.6% ലോവർ കോസ്റ്റ്. CPC നമുക്ക് ലോവർ ആക്കി കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇത് എന്താ സംഭവം എന്ന് നോക്കിയാലോ. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 370 രൂപ എന്നാണ് ഇവിടെ ഡെയിലി ക്യാമ്പയിൻ്റെ ഒരു ബഡ്ജറ്റായിട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവറേജ് ഇടും. അതായത് നമ്മളിപ്പോൾ മറ്റേതിലും നമ്മളൊരു ടാർഗറ്റ് പറഞ്ഞാലും ആ ടാർഗറ്റിന് മുകളിലേക്ക് സാധാരണ രീതിയിൽ ഒരുപാട് പോകാറില്ല. നമ്മളല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലല്ല, ഇതിൻ്റെ ഒരു ഫുൾ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ആഡ് ക്യാമ്പയിൻസ് ആണ്, ബെറ്റർ പെർഫോമൻസ് ആണ് പോകുന്നത് എങ്കിൽ അത് തന്നെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിടുന്നു. ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 370 എന്ന് വെച്ചു. അപ്പോൾ 370 എന്ന് പറയുന്നത് അതായത് അത് എല്ലാ
സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം 2-3 ആഡ് സെറ്റ്സ് നമ്മളിവിടെ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ്. ആക്ച്വലി പറഞ്ഞാൽ ഇതിനകത്ത് ഈ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പം നമ്മൾ നെക്സ്റ്റ് അടിക്കുക, നമ്മളിവിടെ ഇതിവിടെ ഓൺ ചെയ്തു, ഇനി നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം. അപ്പം നമ്മൾ പോകുന്നത് ന്യൂ എൻഗേജ്മെന്റ് ആഡ് സെറ്റ് ക്യാമ്പയിൻ. അപ്പോൾ കറന്റ് കിടക്കുന്നത് ഗ്രോഗ്രാഫ്സിന്റെ നമ്പറാണ്, അത് അവിടെ കിടക്കട്ടെ. ഇപ്പം ആഡ് ന്യൂ സെറ്റ് ക്യാമ്പയിൻ എപ്പോഴും പേരിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ എന്താണോ ആഡ്സ് റൺ ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് അതങ്ങനെ പേര് നെയിം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി എൻഡ് ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഒരു എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനിവിടെ ഒരു 20 എന്ന് പറയുന്ന ഒരു എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു റെക്കമെൻഡഡ് ടൈം എന്ന് പറയുന്നത് മിനിമം ഒരു 6 to 7 days എങ്കിലും മിനിമം നമ്മൾ ആഡ്സ് അല്ലെങ്കിൽ ഒരു 7 days ഒക്കെ നമ്മളൊരു ആഡ് റൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഇതിലേക്ക് എത്താം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 1-2 ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. ഒന്ന് ഓഡിയൻസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് അതായത് മറ്റേതിനകത്ത് നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് കാണുന്നത് ഇന്ത്യ എന്ന് മാത്രമാണ്. നമുക്കിപ്പോൾ ഇത് മാറ്റിയിട്ട് കേരള ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ആഡ്സ് റൺ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ കേരള ആക്കി കൊടുത്തു. ഇവിടെ ഡെയിലി റിസൾട്ട്സ് അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് എല്ലാ ആഡ് സെറ്റ്സിലേക്കും ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ച്, അതായത് ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതും, അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഡെയിലി റിസൾട്ടിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഡെയിലി റിസൾട്ട്സ് ഇവിടെ കാണിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അഡ്വാൻറ്റേജ് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ഒരു പേജ് മാത്രം അതിൻ്റെ ഡാറ്റ നിങ്ങൾ കുറേ നാളായിട്ട് റൺ ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് കേസിൽ വരുള്ളൂ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ്സ് മാനേജർ നിന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. പക്ഷേ എക്സ്ട്രീംലി ബ്രോഡായിട്ടുള്ളൊരു ടാർഗറ്റിംഗ് ആണ് ഇവർ ചെയ്യുക. സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പുഷായിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പം ഇവിടെ എന്തൊക്കെ ഇൻട്രസ്റ്റ് ഇവിടെ ഓപ്റ്റ് ചെയ്താലും ഈ ഇൻട്രസ്റ്റിൻ്റെ പുറത്തേക്കായിരിക്കും ഇവർ കൂടുതൽ ഇത് പുഷ് ചെയ്യുക. ആ ഇൻട്രസ്റ്റിലുള്ള ആൾക്കാരെ പുഷ് ചെയ്യും ഇവർ. ക്വാളിറ്റി അഡ്വാൻറ്റേജ് പ്ലസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അല്ല ഇവർ നോക്കുക. മാക്സിമം നോക്കുന്നത് ഇവരുടെ CPC ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ഞാനിവിടെ കുറേ ജ്വല്ലറിക്കാരുടെ ഡീറ്റെയിൽസ് ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ജ്വല്ലറിക്കാരുടെ ഫെയർലി ബ്രോഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇത് ബ്രോഡ് അല്ല, നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് നോക്കിയത്, കേരളത്തിലുള്ള ആൾക്കാരെയാണ് നോക്കിയത്. പക്ഷെ ഇങ്ങനെ വെച്ചിരുന്നാലും നമുക്ക് ഇതിന് പുറത്തേക്ക്, അതായത് അവർ ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ഫൈൻഡ്സ് യുവർ ഓഡിയൻസ്. ഇഫ് യു ഷെയർ ആൻ ഓഡിയൻസ് സജഷൻസ് we'll prioritize audience matching this profile before searching widely. പ്രയോറിറ്റൈസ് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ഓഡിയൻസിനെ വെച്ചിട്ടല്ല അവർ റൺ ചെയ്യുക, ജസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി പ്ലേസ്മെന്റ്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എവിടെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ, അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിന്റെ ഈ സൈഡിലൊക്കെ വന്നിട്ട് ആഡായിട്ട് കിടക്കും. അതൊക്കെയാണ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് കൂടുതൽ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വൃത്തിയായിട്ട പരിപാടി. ആക്ച്വലി ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് എന്തുകൊണ്ടാണ് ഒരു മോശമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആവുന്നതെന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നമ്മുടെ ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് പ്ലസിൻ്റെ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ആവും. ദ തിങ് ഈസ്, കേരളത്തിൽ നമ്മളിത് റൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന എൻക്വയറി, നിങ്ങൾക്ക് CPC ഒക്കെ 10 രൂപയൊക്കെ ആവും അഡ്വാൻറ്റേജ് പ്ലസ് വെച്ച് റൺ ചെയ്യുമ്പോൾ. പക്ഷേ ആ ലീഡുകൾ 99.99% ബംഗാളികളായിരിക്കും. നിങ്ങൾ ഒരു സ്ത്രീനെയാണ് അവിടെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ. ബോയ്സ് ആണെങ്കിലും ഈ ഏരിയയിൽ നിന്ന് വിട്ട്, അല്ലെങ്കിൽ കേരളം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലേക്കൊക്കെ പ്രയോറിറ്റൈസ്, ഈ ഓഡിയൻസ് എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ കാണിക്കാൻ തുടങ്ങും. നമുക്ക് കേരളം മാത്രമാണ് വേണ്ടെങ്കിൽ. അതാണ് ഈ അഡ്വാൻറ്റേജ് പ്ലസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് റൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് പ്ലസ് നമുക്ക് എൻഗേജ്മെന്റ് ക്യാമ്പയിനേക്കാൾ കൂടുതൽ ട്രാഫിക് ക്യാമ്പയിൻസിനും എൻഗേജ്മെന്റ് ക്യാമ്പയിൻസിനുമാണ് കാണാൻ പറ്റുക. ബാക്കി അവയർനെസ്സും എല്ലാത്തിലും തന്നെ ബ്രോഡ് ടാർഗറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് പ്ലസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജ് പ്ലസ്. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇനിയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.